ഫാദി അവിടെ ഫാദി നമ്മളെല്ലാരും കൂടി സംസാരിക്കുമ്പോ നമ്മ പരലോകത്തിനെ കുറിച്ച് പറഞ്ഞ നീ കേട്ടാ? എന്തൊരവസ്ഥ ആയിരിക്കുമല്ലോ അത്. നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നതാ. ദീദി ഉമ്മ പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോ ദീദിയുടെ മനസ്സിൽ ഫസ്റ്റ് വന്ന ആയത്തേതാ? ദീദി നന്നായി ഓതണൊക്കെ അല്ലേ, എനിക്കൊന്ന് ഓതി തരും. സൂറത്തുൽ അബസയില് അവസാനം പഠിച്ച നമ്മളോട് പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. സൂപ്പർ അച്ഛാ. നീ ഇപ്പൊ ഖുറാനൊക്കെ പഠിക്കാൻ തുടങ്ങിയല്ലേ, ചെറിയ ചെറിയ സുഹൃത്ത്. അപ്പോ നീ എന്നോട് ചോദിച്ചോ, ഞാനൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. പടച്ചോന്റെ ശിക്ഷനെ പറ്റി പറയുമ്പോ നിന്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന മുഖേതാ? സൂറത്തുൽ ലഹബ് അല്ലേ? അത് തന്നെ. അത് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചോതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ദീദി പോയ പോലെ ഞാനും ജാമ്യയിൽ പോണ്ടിരുന്നില്ലേ? ഇത് അറിയാതെ അത് പൊളിക്കും. സീൻ